ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പേഴ്സണലി എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ 10-ാം തീയതിയായി, ഈ മാസം വരുമെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ എന്താണ് വൈകുന്നത്? അപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടല്ലേ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൊട്ട് പുറകെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമുക്ക് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എന്താണ് വൈകുന്നത്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചറ. ഞാൻ സജിത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട്. അതേപോലെ നമ്മുടെ ആപ്പില് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അത് ഓർത്തിരിക്കും ഒരു വട്ടം തെറ്റിക്കഴിഞ്ഞാൽ. സോ അതിനായിട്ടുള്ള നമ്മുടെ ആപ്പ് ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ സെഷൻസ് ആണെങ്കിലും അതുപോലെ ലാസ്റ്റ് ഡേറ്റുകൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഒരു ന്യൂസ് ആയിരുന്നു ഇത്. ഈ അടുത്ത ദിവസം വന്ന് ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നവംബർ മുതൽ നമ്മളോട് പറയുന്നതാണ് ദേവസ്വത്തിൽ 400-ലേറെ രൂപ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ അന്ന് നവംബറിൽ പറഞ്ഞു, ഡിസംബറിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സോഫ്റ്റ്വെയർ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ആണ് ലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പുതിയ സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പുതിയ PSCയുടെ സമാനമായിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ വന്നു. ഇതിന്റെ നവീകരണം പൂർത്തിയാക്കുമെന്നോ വിജ്ഞാപനം എന്ന് വരുമെന്നോ. അപ്പൊ ഈ പുതിയ സോഫ്റ്റ്വെയറിന്റെ സൈറ്റ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് എന്നത്തേക്ക് വരുമെന്നോ വിജ്ഞാപനം എന്ന് വരുമെന്നോ ഒന്നും തന്നെ ദേവസ്വം ബോർഡ് ഇതുവരെ നമ്മളോട് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ന്യൂസ് വരും എന്നവർ പറയുന്നു. പക്ഷെ അത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അന്നൊരു ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു 400 ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 400 ഒഴിവുകൾ എന്ന് വെച്ചാൽ വാച്ച്മാൻ 31, കൗബോയ് 30, LD ക്ലർക്ക് 23, അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, ശാന്തി 12, വർക്ക് സൂപ്രണ്ട് 10, വിളക്കത്തൊട അത് 8, പ്ലംബർ 6 ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒഴിവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും, നോട്ടിഫിക്കേഷനും ഉണ്ടാവും. പക്ഷെ ഇതുവരെ അതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. കാരണം ദേവസ്വം ബോർഡ് ഒന്നെങ്കിൽ പറയുന്നത് ഇതില് നമുക്ക് സൈറ്റ് ഇഷ്യൂസ് ആണ്, പക്ഷെ സോഫ്റ്റ്വെയർ കുറച്ചൊക്കെ സൈറ്റൊക്കെ കുറച്ച് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നോട്ടിഫിക്കേഷൻ എന്നാണെന്നോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂസ് എന്ത് സോൾവ് ആകും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു റിപ്ലൈ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്കുള്ള ഒരു റിപ്ലൈ ആണ്. പിന്നെ പല വീഡിയോസിനും താഴെ കോമന്റ് ആയിട്ടുണ്ട്. ഇവർ ഈ ദേവസ്വം ബോർഡ് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD വിത്ത് LDയുടെ ഒപ്പം തന്നെ 400 വേക്കൻസി 400 പോസ്റ്റുകളിലേക്ക് ഉണ്ടോ ഇതുവരെ. പക്ഷെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് സ്റ്റോർ റൂം ഗാർഡും പിന്നെ DGയും ഒക്കെ നമുക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഒരു 3 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകാം. കാരണം ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പബ്ലിക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പിന്നെ ഈ ദേവസ്വം ബോർഡിന് വേറെ പ്രശ്നങ്ങളില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാം ഉണ്ടാകും, ഒരു 3 മന്ത്. അപ്പൊ LD ക്ലർക്കിന് നമ്മുടെ മുന്നിൽ ഒരു സിലബസ് ഉണ്ട്. ബാക്കിയുള്ള പോസ്റ്റുകൾക്കും ഏകദേശം ഇതിനോടൊക്കെ സിമിലറായിട്ടുള്ള ഒരു സിലബസ് തന്നെയായിരിക്കും ഉള്ളത്. നിങ്ങൾ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക് വെച്ച് ബാക്കിയെല്ലാം നമ്മുടെ PSC പോലെയുള്ള എക്സാമുകൾക്ക് പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇപ്പൊ കൗബോയോ ഏത് പോസ്റ്റോ ആയിക്കോട്ടെ നമ്മൾ അപ്ലൈ ചെയ്തില്ല, വാച്ച്മാനോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലൈൻമാനോ എന്തായിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. കാരണം ഇത്ര ഇഷ്യൂസ് ഒക്കെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വരും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. ബിക്കോസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് എക്സാം ഉണ്ടാവും.
സോ നിങ്ങൾ പഠനം നേരത്തെ ആരംഭിക്കുക. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ PSCയുടെ തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ പഠനം ആരംഭിക്കുക. നമുക്ക് എന്ത് അപ്ഡേഷൻസ് ഉണ്ടല്ലോ അപ്പൊ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ www.challengerup.in എന്നാണ് നമ്മുടെ കോഴ്സ്, നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പൊ അവിടെ നമ്മുടെ ദേവസ്വത്തിന്റെ ബാച്ച് കിടപ്പുണ്ട്. ബാച്ച് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ദേവസ്വം LDC ആണ് നമ്മുടെ ബാച്ച്. അപ്പൊ ഈ ബാച്ചില് നമുക്ക് ഏകദേശം ക്ലാസ്സുകൾ, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ ലൈവ് സെഷൻസും കാണാവുന്നതാണ്. നോട്ട്സ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. അവിടെ സജിത 1999 സജിത 1999 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. ദെൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ പേയ്മെന്റ് ആണ്. അവിടെ പേയ്മെന്റ് കൊടുക്കുക. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മുടെ ബാച്ചിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട്. സിലബസ് ഫുൾ ആയിട്ട് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിന്റെ എപ്പോഴും ഉള്ള ഒരു പ്രത്യേകത ഇതാ. ഇതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷനിലും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന്, ഒരു 3 മന്തിനുള്ളിൽ എക്സാം. മാത്രമല്ല നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഈ വർഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രാവൻകൂറിലെ 2 നോട്ടിഫിക്കേഷൻസും കൂടി ഉണ്ട്. അതായത് സ്റ്റോർ റൂം ഗാർഡും LDC ഉണ്ട്. അതും നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടും. അതുകൊണ്ട് പഠിച്ചോ, സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ പഠിക്കാം, ബാക്കിയൊക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് നമ്മൾ ഡെയിലി 8:30 ഒരു കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുടങ്ങാതെ നിങ്ങൾ കാണുക. അതോടൊപ്പം അതിന്റെ തന്നെ ഷോർട്സും, അതായത് മെയിൻ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഷോർട്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.